ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുക 2026 ലോഗോസിന് പഠനഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ്. ഈ ഒരു വീഡിയോയിൽ 40 ചോദ്യങ്ങൾ അടങ്ങുന്ന പാർട്ട് നമ്പർ 1 മോക്ക് ടെസ്റ്റാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഓരോ ചോദ്യത്തിന് കൂടെയും 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉത്തരവും നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടുവാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഈ 100 പരീക്ഷകൾക്കും കൂടി ആകെ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 300 രൂപ അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനു മുമ്പ് നടന്ന മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും. 1. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തുവെന്ന് ആര് കേട്ടതായി കർത്താവ് അറിഞ്ഞു? ഓപ്ഷൻസ്: എ സദൂക്യർ, ബി ശിഷ്യന്മാർ, സി പുരോഹിതന്മാർ, ഡി ഫരിസയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഫരിസയർ. 2. 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 52, ബി 54, സി 56, ഡി 50. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 54. 3-ാമത്തെ ചോദ്യം: യോഹന്നാൻ 4-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്താണ്? ഓപ്ഷൻസ്: എ ഗലീലയിലേക്കുള്ള യാത്ര, ബി രാജോദ്യോഗസ്ഥന്റെ മകൻ, സി യേശുവും സമരിയാക്കാരിയും, ഡി ബെത്സൈദ കുളം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യേശുവും സമരിയാക്കാരിയും. 4. വാസ്തവത്തിൽ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. ആരാണ് സ്നാനപ്പെടുത്തിയിരുന്നത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ഫരിസേയർ, സി യോഹന്നാൻ, ഡി ജനക്കൂട്ടം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശിഷ്യന്മാർ. 5-ാമത്തെ ചോദ്യം: അവൻ യൂദയ വിട്ട് വീണ്ടും എവിടേക്ക് പുറപ്പെട്ടു? ഓപ്ഷൻസ്: എ ജെറുസലേം, ബി ബഥാനിയ, സി സമരിയ, ഡി ഗലീലി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗലീലി. 6-ാമത്തെ ചോദ്യം: യേശുവിന് ഏത് സ്ഥലത്ത് കൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്? ഓപ്ഷൻസ്: എ ജെറീക്കോ, ബി സമരിയ, സി നസറത്ത്, ഡി കഫർനാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സമരിയ. 7-ാമത്തെ ചോദ്യം: യോഹന്നാൻ 4:5 സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ ഏവ? ഓപ്ഷൻസ്: എ ഉൽപ്പത്തി 12:1, പുറപ്പാട് 20:1, ബി സംഖ്യ 13:1, ജോഷുവ 1:1, സി ഉൽപ്പത്തി 33:19, ജോഷുവ 24:32, ഡി സങ്കീർത്തനം 23, ഏശയ്യ 53. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉൽപ്പത്തി 33:19, ജോഷുവ 24:32. 8-ാമത്തെ ചോദ്യം: സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻസ്: എ സിക്കാർ, ബി ബഥാനിയ, സി കാന, ഡി ജെറീക്കോ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് സിക്കാർ പട്ടണം. 9-ാമത്തെ ചോദ്യം: സിക്കാർ പട്ടണം എവിടെയായിരുന്നു? ഓപ്ഷൻസ്: എ ജെറുസലേമിന് സമീപം, ബി ജോർദാൻ നദീതീരത്ത്, സി ഗലീലി കടൽക്കരയിൽ, ഡി യാക്കോബ് ജോസഫിന് നൽകിയ വയലിനടുത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്
യാക്കോബ് ജോസഫിന് നൽകിയ വയലിനടുത്ത്. 10ാമത്തെ ചോദ്യം, യാക്കോബിന്റെ കിണർ എവിടെയായിരുന്നു? ഓപ്ഷൻസ്: എ ഗലീലി, ബി സമരിയ, സി ജെറുസലേം, ഡി നസ്രത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമരിയ. 11ാമത്തെ ചോദ്യം, യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു എവിടെയിരുന്നു? ഓപ്ഷൻസ്: എ വീട്ടിൽ, ബി പട്ടണത്തിൽ, സി യാക്കോബിന്റെ കിണറിന്റെ കരയിൽ, ഡി പള്ളിയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യാക്കോബിന്റെ കിണറിന്റെ കരയിൽ. 12ാമത്തെ ചോദ്യം, യേശു കിണറിന്റെ കരയിൽ ഇരുന്നപ്പോൾ എത്ര മണിക്കൂറായിരുന്നു? ഓപ്ഷൻസ്: എ ഏകദേശം 6 മണിക്കൂർ, ബി 3 മണിക്കൂർ, സി 9 മണിക്കൂർ, ഡി 12 മണിക്കൂർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഏകദേശം 6 മണിക്കൂർ. 13ാമത്തെ ചോദ്യം, 6 മണിക്കൂറിൽ കിണറിന്റെ കരയിൽ വെള്ളം കോരാൻ വന്നത് ആരാണ്? ഓപ്ഷൻസ്: എ മർത്ത, ബി ഒരു ജെറീക്കോക്കാരി, സി മറിയം, ഡി ഒരു സമരിയാക്കാരി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒരു സമരിയാക്കാരി. 14ാമത്തെ ചോദ്യം, യേശു സമരിയാക്കാരിയോട് എന്ത് ചോദിച്ചു? ഓപ്ഷൻസ്: എ നിന്റെ പേര് എന്ത്, ബി എനിക്ക് കുടിക്കാൻ തരിക, സി നീ എവിടെ നിന്നാണ്, ഡി നിന്റെ കുടുംബം എവിടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എനിക്ക് കുടിക്കാൻ തരിക. 15, യേശുവിന്റെ ശിഷ്യന്മാർ എവിടേക്കാണ് പോയിരുന്നത്? ഓപ്ഷൻസ്: എ ജെറുസലേമിലേക്ക്, ബി കിണറിലേക്ക്, സി പട്ടണത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ, ഡി ഗലീലയിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പട്ടണത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ. 16ാമത്തെ ചോദ്യം, നീ യഹൂദനായിരിക്കെ എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ സമരിയാക്കാരി, ബി പത്രോസ്, സി യോഹന്നാൻ, ഡി ഫിലിപ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സമരിയാക്കാരി. 17ാമത്തെ ചോദ്യം, യഹൂദരും ആരും തമ്മിൽ സമ്പർക്കമില്ല എന്നാണ് സമരിയാക്കാരി പറഞ്ഞത്. ഓപ്ഷൻസ്: എ റോമാക്കാർ, ബി ഗ്രീക്കുകാർ, സി പുരോഹിതന്മാർ, ഡി സമരിയാക്കാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സമരിയാക്കാരും തമ്മിൽ. 18ാമത്തെ ചോദ്യം, വെള്ളം കോരാൻ നിനക്ക് എന്തില്ല എന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ കയർ, ബി പാത്രം, സി ഭക്ഷണം, ഡി സ്ഥലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാത്രം. 19, കിണർ എങ്ങനെയുള്ളതാണെന്നാണ് സമരിയാക്കാരി പറഞ്ഞത്? ഓപ്ഷൻസ്: എ വലിയത്, ബി ചെറുത്, സി ആഴമുള്ളത്, ഡി വറ്റിയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആഴമുള്ളത്. 20ാമത്തെ ചോദ്യം, ജീവജലം ലഭിക്കാതിരിക്കാനുള്ള എന്തെല്ലാം കാരണങ്ങളാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ പാത്രമില്ല, കിണർ ആഴമുള്ളതാണ്, ബി വഴിദൂരം, സി വെള്ളമില്ല, ഡി സമയമില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പാത്രമില്ല, കിണർ ആഴമുള്ളതുമാണ്. 21, ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ ആരേക്കാൾ വലിയവനാണോ നീ എന്നാണ് സമരിയാക്കാരി യേശുവിനോട് ചോദിച്ചത്? ഓപ്ഷൻസ്: എ അബ്രാഹാം, ബി മോശ, സി ജോസഫ്, ഡി യാക്കോബ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യാക്കോബ്. 22ാമത്തെ ചോദ്യം, ആരെല്ലാം യാക്കോബിന് കിണറ്റിൽ നിന്ന് കുടിച്ചിരുന്നതായി സമരിയാക്കാരി പറഞ്ഞു? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി യാക്കോബും മക്കളും കന്നുകാലികളും, സി പുരോഹിതർ, ഡി രാജാക്കന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യാക്കോബും മക്കളും കന്നുകാലികളും. 23, യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു? ഓപ്ഷൻസ്: എ സന്തോഷിക്കും, ബി ക്ഷീണിക്കും, സി വീണ്ടും ദാഹിക്കും, ഡി ഉറങ്ങും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വീണ്ടും ദാഹിക്കും. 24, ആര് നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ യേശു നൽകുന്ന വെള്ളം, ബി യാക്കോബിന്റെ കിണർ, സി നദിയിലെ വെള്ളം, ഡി മഴവെള്ളം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യേശു നൽകുന്ന വെള്ളം. 25, യേശു നൽകുന്ന ജീവജലം മനുഷ്യരിൽ എന്തായി മാറും? ഓപ്ഷൻസ്: എ ഒരു തടാകം,
ബി ഒരു കുളം, സി ഒരു നദി, ഡി നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി. 26ാമത്തെ ചോദ്യം, ആ ജലം എനിക്ക് തരിക എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ മറിയം, ബി മർത്ത, സി യോഹന്നാൻ, ഡി സമരിയാക്കാരി സ്ത്രീ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സമരിയാക്കാരി സ്ത്രീ. 27ാമത്തെ ചോദ്യം, ജീവജലം ചോദിച്ച സമരിയാക്കാരിയോട് യേശു ആരെ കൂട്ടിക്കൊണ്ടുവരുവാനാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ മകനെ, ബി ഭർത്താവിനെ, സി സഹോദരനെ, ഡി പിതാവിനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭർത്താവിനെ. 28ാമത്തെ ചോദ്യം, എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ മർത്ത, ബി മറിയം, സി സമരിയാക്കാരി, ഡി പത്രോസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സമരിയാക്കാരി. 29, സമരിയാക്കാരി പറഞ്ഞതിൽ എന്താണ് ശരിയെന്ന് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ എനിക്ക് ഭർത്താവില്ലെന്ന്, ബി ഞാൻ പട്ടണത്തിൽ നിന്നാണ് എന്ന്, സി ഞാൻ സമരിയാക്കാരിയാണ് എന്ന്, ഡി എനിക്ക് ദാഹമുണ്ട് എന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, എനിക്ക് ഭർത്താവില്ല എന്ന്. 30ാമത്തെ ചോദ്യം, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് യേശു എന്ന് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: പത്രോസ് യേശുവിനോട്, ബി ശിഷ്യന്മാർ സമരിയാക്കാരോട്, സി യോഹന്നാൻ ജനങ്ങളോട്, ഡി യേശു സമരിയാക്കാരിയോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യേശു സമരിയാക്കാരിയോട്. 31ാമത്തെ ചോദ്യം, യേശു ആരാണെന്ന് മനസ്സിലാക്കിയതായാണ് സമരിയാക്കാരി പറഞ്ഞത്? ഓപ്ഷൻസ്: എ രാജാവ്, ബി പ്രവാചകൻ, സി പുരോഹിതൻ, ഡി ഗുരു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രവാചകൻ. 32ാമത്തെ ചോദ്യം, യഥാർത്ഥമായ ആരാധന സ്ഥലം ഡാഷ് എന്ന് നിങ്ങൾ പറയുന്നു, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ സമരിയായിൽ, ബി ഗലീലിയിൽ, സി ജെറുസലേമിൽ, ഡി ബഥാനിയായിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ജെറുസലേമിൽ. 33ാമത്തെ ചോദ്യം, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ യേശു, ബി സമരിയാക്കാരി, സി പത്രോസ്, ഡി യോഹന്നാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു. 34, യഹൂദരിൽ നിന്നാണ് ഡാഷ്, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ സമാധാനം, ബി കരുണ, സി നീതി, ഡി രക്ഷ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രക്ഷ. 35ാമത്തെ ചോദ്യം, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന എന്ത് വരുന്നു? ഓപ്ഷൻസ്: എ ദിവസം, ബി സമയം, സി രാജ്യം, ഡി നിമിഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമയം. 36ാമത്തെ ചോദ്യം, ആര് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കും? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി പുരോഹിതർ, സി യഥാർത്ഥ ആരാധകർ, ഡി രാജാക്കന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യഥാർത്ഥ ആരാധകർ. 37ാമത്തെ ചോദ്യം, ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? ഓപ്ഷൻസ്: എ ആത്മാവിലും സത്യത്തിലും, ബി മൗനത്തിൽ, സി ക്ഷേത്രത്തിൽ മാത്രം, ഡി കൂട്ടമായി മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആത്മാവിലും സത്യത്തിലും. 38ാമത്തെ ചോദ്യം, ആര് വരുമെന്നാണ് സമരിയാക്കാരി പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഏലിയാവ്, ബി യാക്കോബ്, സി യോഹന്നാൻ, ഡി മിശിഹ ക്രിസ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മിശിഹ ക്രിസ്തു. 39, മിശിഹ വരുമ്പോൾ എന്തറിയിക്കും? ഓപ്ഷൻസ്: എ ഉപമകൾ, ബി എല്ലാ കാര്യങ്ങളും, സി അത്ഭുതങ്ങൾ, ഡി നിയമങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എല്ലാ കാര്യങ്ങളും. അവസാനത്തെ ചോദ്യം 40, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് ആര് പറഞ്ഞു? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യോഹന്നാൻ, സി യേശു, ഡി ഫിലിപ്പ്. ശരിയ ഉത്തരം ഓപ്ഷൻ സി ആണ്, യേശു.